ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ആർട്ട്ലെസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പറയാൻ പോകുന്നത് തമ്പനിയിൽ കണ്ട മാതിരി തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള കർവ്ഡ് പാക്കുകൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും അതേമാതിരി സെയിം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒറ്റ കർവ്, അതായത് ഒരു കർവ്ഡ് PNG ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ മൾട്ടിപ്പിളായിട്ട് കുറേ കർവ്ഡ് PNGs ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം കൊണ്ട് തന്നെ നമുക്കൊരു 100 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മുന്നേ എന്തെങ്കിലും ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഫസ്റ്റ് ടൈമിനെ ലൈക്ക് ചെയ്യുക, ലാസ്റ്റ് ലൈക്ക് ചെയ്യാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങൾ മറക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് ടാർഗറ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 1K ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബോറടിപ്പില്ല, നമുക്ക് മെത്തേഡ് എന്താണെന്ന് ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ പേര് പറഞ്ഞാൽ പിക്സൽ ലാബ് ആണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്സൽ ലാബ് പറഞ്ഞിട്ട് ജസ്റ്റ് പിക്സൽ ലാബ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരും. അതിനുശേഷം ജസ്റ്റ് കേസ് നമുക്ക് ആ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്രെയിം സൈസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമേജ് സൈസ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 9:16 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമ്മളിവിടെ കൊടുക്കുന്നത് 9:16 ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ കൊടുത്താൽ മതി. നിങ്ങളവിടെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാം. ശേഷം ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഒരു നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ആണിത്. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഏതാണോ PNG കർവ് ഇരിക്കുന്നത് ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആഡ് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ഇവിടെ ഇതേമാതിരി നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മളത് സ്ക്രീനിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞാൽ ഈ റിലേറ്റീവ് സൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ഇത് ഫുള്ളായി കൊടുക്കാൻ കറക്റ്റ് സൈസ് അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി കേസ്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കളർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുക. ആ കാര്യം ഞാൻ പറയാൻ മറന്നു. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ലെയറിലെ ഓപ്ഷനിൽ കയറിയിട്ട് ട്രാൻസ്പെറൻറ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കളർ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് സിംഗിൾ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ കളർ ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കർവിൽ നിന്ന് തന്നെ കുറേ കർവുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. അതല്ല, നിങ്ങൾ ഇടുന്ന സ്റ്റോറീസിൻ്റെ സെയിം ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോറി ഇടുക. അതിൻ്റെ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ആ കളർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ സ്റ്റോറി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിൽ സ്റ്റോറി ഇടുമ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് തന്നെയാണ് കിട്ടുക. അതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കാം. ഡ്രാഗ് ചെയ്തിട്ട് താഴ്ത്തി കൊണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തേക്കണം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ബാക്കി നമുക്ക് ഇനി പിക്സൽ ലാബിൽ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിക്സൽ ലാബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച കർവ് ഇവിടെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രം ഇമേജ് വണ്ടർ ഓപ്ഷൻ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ഫ്രം ഇമേജ് വണ്ടർ ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. റീസൈസൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. നമുക്കിതിന് ജസ്റ്റ് ഇതിൻ്റെ കളർ മാത്രം മതി. ജസ്റ്റ് നമ്മുടെ അടിയത്തെ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതിൽ കളർ ഓപ്ഷൻ എടുക്കാൻ ഗ്രേഡിയൻറ്റ് വണ്ടർ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കളർ സെലക്റ്റായി വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കറക്റ്റായി വേണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഗ്രേഡിയൻറ്റിൽ തന്നെ ജസ്റ്റ് ഇതാ നമ്മുടെ നേരത്തെ ലെയർ മാത്രം എടുക്കുക. ഒരിക്കലും ഈ ലെയറിൽ തൊട്ടിട്ട് കളർ എടുക്കരുത്. ജസ്റ്റ് നമ്മുടെ അടിയത്തെ ലെയറിൽ ടാപ്പ് ചെയ്തതിന് ശേഷം കളർ അതിൽ ഗ്രേഡിയൻറ്റ് പോവുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇത് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിലത്തെ ഏരിയയാണ്. അവിടുത്തെ കളർ നമുക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് കണ്ട കളർ പിക്കർ ഉണ്ട്. ജസ്റ്റ് അത് എടുക്കുക. ഈ ഇമേജിൻ്റെ ടോപ്പ് ഈ ഒരു എവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുവെക്കുക. ഓക്കെ കൊടുക്കുക. അടിയത്തെ ബോട്ടം ആയിട്ടുള്ളതിൽ ജസ്റ്റ് ഇതേമാതിരി കൊണ്ടുവരിക. കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏകദേശം ഇവിടെയും കൊണ്ടു നിൽക്കുക. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഇതേമാതിരി ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡിയൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഗ്രേഡിയൻ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്താൽ ജസ്റ്റ് ഒന്നത് ഡിലീറ്റ് ആക്കി കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ സേവ് ഇമേജ് കൊടുക്കുക. അതിന് ശേഷം കസ്റ്റമറായിട്ട് അൾട്രയിൽ ഇട്ടിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഏകദേശം നമ്മുടെ സ്റ്റോറി നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത്, അതായത് നമ്മുടെ കർവ്ഡ് PNGയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആഡ് ഫോട്ടോയിൽ കയറിയിട്ട് ഗൈസ് നമ്മളിവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കർവ്ഡ് PNG നമ്മളിവിടെ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് നമ്മുടെ iOSൽ സ്റ്റോറി ഇടുമ്പോൾ എങ്ങനെയാണ് ഒരു സെയിം ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക, അതേമാതിരി പിന്നെ നമുക്ക് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇനി കറക്റ്റായിട്ട് ചെയ്യുക. എൻ്റെ AIയുടെ ഒരു ഓപ്ഷൻ കാരണം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സ്കാനായി കയറി വരുന്നതാണ്. അപ്പോൾ ഗൈസ്, അത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും iOSൽ എങ്ങനെയാണ് ഒരു സ്റ്റോറി ഇടുക,
ആ ഒരു ടൈപ്പ് കർവ്ഡ് PNG നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ടൈമർ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്നലെ, അതായത് നമ്മുടെ മുന്നത്തെ വീഡിയോ, ഈ വീഡിയോയുടെ മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടൈമർ ആഡ് ചെയ്യേണ്ടതും അതേമാതിരി തന്നെ നമ്മുടെ PNGയിൽ തന്നെ നമുക്ക് ഈ അടിയിൽ നെയിം ഒക്കെ ആഡ് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾ സ്റ്റോർ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേമാതിരി കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓടുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റോറി കാണുമ്പോൾ മനസ്സിലാവും iOS ഇടുന്ന ടൈപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.